മലയാളത്തിൽ ഇന്നേ വരെ കാണാത്ത കഥാഗതിയാണ് ഇതിന്റെ അവസാനം. ഇതിലെ കഥാഗതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് ജഡ്ജ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് മുൻകൂട്ടി പടം റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ അത് പറയുന്നത് ഒരു ബാഗേജ് ആണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ശ്രമിച്ചിട്ടുള്ള കണ്ടു തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് എന്നുകൂടെ നമ്മൾ പറഞ്ഞിരുന്നത്. ചോദിക്കുന്നതിന് അല്ല, ഇതങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാഗേജ് ആയിട്ട് വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. അല്ല, ഞങ്ങളപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രേക്ഷകരാണ് കണ്ട് തീരുമാനിക്കുന്നത് കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ബാഗേജ് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല സിനിമകൾ എടുക്കുന്നത്. ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ആസ്വദിക്കുന്നത് മറ്റ് സിനിമകളാണ്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ നമുക്ക് ഞങ്ങൾക്ക് പരിധി വിട്ട് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിക്കാനോ പറ്റില്ല. അല്ലെങ്കിൽ പ്രേക്ഷകർ തന്നെയാണ് അതിനകത്ത് എന്റർടൈൻ ആവുകയാണെങ്കിൽ അവർ തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ. ഡയറക്ടറോടും ടോവിനോയോടാണ് ചോദിക്കുന്നത്. അപ്പം ARM പോലൊരു ചിത്രം ഇറങ്ങിയതിന്റെ പ്രിന്റ് ഇറങ്ങിയതിന് ശേഷം വലിയ ഇഷ്യൂസ് ആയതാണ്, ചെയ്തവരെ കണ്ടുപിടിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്നത് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ HD പ്രിന്റ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. ED പോലത്തെ ചിത്രം ഇറങ്ങി, അതിന്റെ HD ഇറങ്ങി, മാർക്കോഡ് HD ഇറങ്ങി. അപ്പം ഈ സിനിമയ്ക്ക് എത്രത്തോളം പൈറസി പ്രൊട്ടക്റ്റഡ് ആണ്, എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്? ഈ സിനിമയ്ക്കെന്നല്ല, ഏതൊരു സിനിമയ്ക്കാണെങ്കിലും പൈറസി എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതോറും അത് ആക്സിഡന്റ് ഇറക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇറക്കുന്നത് അറിയില്ല. അവർ നമ്മളെക്കാൾ നമ്മള് എത്ര പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാളും മുകളിലാണ് ഇവർക്ക് ഇറക്കുന്ന ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇത്രയും കാലത്തിന് വേണ്ടി ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയാൻ പറ്റുന്നതല്ലേ. അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ഫ്രണ്ട് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളെ കൈപ്പിടി കൊടുക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാം. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പോകാതിരിക്കാനായിട്ട്. പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവുകയും ഏറാമിലേക്ക് വെച്ചാൽ തിയേറ്ററിനകത്തിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്, ട്രൈപോഡൊക്കെ വെച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് അത് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പലപ്പോഴും നമ്മളെയൊക്കെ കരുതിക്ക് പുറത്തു നിന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ പൈറസി പുറത്തു വരാതിരിക്കുക എന്നുള്ള കാര്യം. അതിന് ഒരു സൊല്യൂഷനുള്ളൂ. അത് എളുപ്പമാണ്, നല്ല സൊല്യൂഷനാണ്. അങ്ങനത്തെ പൈറേറ്റഡ് കോപ്പീസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം. തിയേറ്ററിലുള്ള ഒരു സിനിമ അതല്ലെങ്കിൽ അതിന്റെ നമ്മള് TV ചാനലിലും OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം. അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് OTT വഴിയാണെങ്കിലും ചാനൽ വഴിയൊക്കെ ആണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ സിനിമ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണാതിരിക്കാം. അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പൈറേറ്റഡ് കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്നു. അല്ലാതെ നമ്മൾ സിനിമയ്ക്കകത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈമാണ് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല.